നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിലെ വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധേയനായിരുന്നു ഒറ്റപ്പാലത്തെ ഇടത് സ്ഥാനാർത്ഥി കെ പ്രേംകുമാർ. സ്വീകരണ കേന്ദ്രങ്ങൾ മാലയും ബൊക്കയും ഏറ്റുവാങ്ങുന്നതിന് പകരം പുസ്തകങ്ങളും പേനയും അടക്കം പഠനോപകരണങ്ങളും നൽകാനാണ് പ്രവർത്തകർക്ക് പ്രേംകുമാർ നൽകിയ നിർദ്ദേശം. ജനം വിധി എഴുതി കഴിഞ്ഞതോടെ ഇന്നിപ്പോൾ ലഭിച്ച പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിന്റെ തിരക്കിലാണ് പ്രേംകുമാർ. വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടും ഒറ്റപ്പാലത്തെ ഇടത് സ്ഥാനാർത്ഥി കെ പ്രേംകുമാറിന്റെ തിരക്ക് ഒഴിഞ്ഞിട്ടില്ല. പ്രചാരണ കാലയളവിലെ വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധേയനായ പ്രേംകുമാർ മണ്ഡലത്തിലെ ഓരോ സ്വീകരണ പരിപാടിയിലും മാലയും ബൊക്കയും ഏറ്റുവാങ്ങുന്നതിന് പകരം പ്രവർത്തകരിൽ നിന്ന് സ്വീകരിച്ചത് പഠനോപകരണങ്ങളാണ്. നോട്ട് പുസ്തകവും പേനയും ബാഗും കുടയും ലഞ്ച് ബോക്സും ലൈബ്രറി പുസ്തകങ്ങളുമാണ് സ്വീകരണ കേന്ദ്രങ്ങളിൽ നിന്ന് പ്രേംകുമാറിന് ലഭിച്ചിരുന്നത്. ഇന്ന് അവയെല്ലാം അർഹരായ കൈകളിലേക്ക് എത്തിക്കുന്ന തിരക്കിലാണ് പ്രേംകുമാർ. ബെഡ്ഷീറ്റുകളെല്ലാം ഇവിടെ കൈമാറുകയുണ്ടായി. അത്തരമൊരു മാതൃക സ്വീകരണ കേന്ദ്രങ്ങളിൽ കാണിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരോട് പ്രത്യേകമായിട്ടുള്ള അഭിവാദ്യം രേഖപ്പെടുത്തുകയാണ്. വിനീഷ് സ്മാരക പാലിയേറ്റീവ് സൊസൈറ്റി അർഹരായിട്ടുള്ള കിടപ്പ് രോഗികൾക്ക് ആവശ്യമുള്ള പാലിയേറ്റീവ് കുടുംബാംഗങ്ങൾക്ക് അത് കൈമാറും എന്നറിയിച്ചിട്ടുണ്ട്. നിർധനരായ കുട്ടികളെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു ഇതെന്ന് പ്രേംകുമാർ പറയുന്നു. ശേഖരിച്ച പുസ്തകങ്ങൾ, മറ്റ് പഠനോപകരണങ്ങൾ ഒറ്റപ്പാലം കടമ്പഴിപ്പുറത്ത് പ്രവർത്തിക്കുന്ന BRCയിലെ പ്രവർത്തകർക്ക് കൈമാറി. BRC ട്രെയിനർ PC ശിവശങ്കരൻ, കടമ്പഴിപ്പുറം GUP സ്കൂൾ പ്രധാനാധ്യാപകൻ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ ചേർന്ന് സ്ഥാനാർത്ഥിയുടെ സമ്മാനം സ്വീകരിച്ചു. പഠനോപകരണങ്ങൾക്ക് പുറമെ ലഭിച്ച പുതപ്പുകൾ പൂക്കോട്ടുകാവിൽ പ്രവർത്തിക്കുന്ന വിനീഷ് പാലിയേറ്റീവ് കേന്ദ്രത്തിലേക്കും കൈമാറിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, പാലക്കാട്.